ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് രണ്ട് തരം മെഷീനാണ് എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ നമുക്ക് സ്വന്തമായിട്ട് എണ്ണ, അതായത് ചെറിയ തോതിൽ നമുക്ക് എണ്ണ ആട്ടിയെടുക്കാൻ പറ്റിയ ഒരു മെഷീനാണ് എൻ്റെ കൂടെ ഇരിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കൊരു വ്യവസായിക ലെവലിൽ ആട്ടിയെടുക്കാൻ പറ്റിയ വലിയൊരു മെഷീനുണ്ട്. അപ്പോൾ ഇന്ന് ഇതുപോലെ രണ്ട് മെഷീനുകളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. കൂടാതെ നമ്മളെ അച്ചാർ ബിസിനസ് എന്നൊക്കെ തുടങ്ങുന്ന ആളുകൾക്ക് അവർക്ക് ഈ സംരംഭം തുടങ്ങുന്നതിന് വേണ്ട തരത്തിലുള്ള മെഷീനൊക്കെ കിട്ടുന്നൊരു സ്ഥലത്താണ് ഞാനുള്ളത്. അപ്പോൾ നമുക്കതിൻ്റെ വിശേഷങ്ങൾ അറിയാം. നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, നമ്മളെ സഞ്ജു ബ്രോ. നമസ്കാരമുണ്ട്. നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എന്താ പറഞ്ഞാൽ ഇതുപോലെ കുറേ മെഷീനുകളാണ് നമ്മളിത് കാണിച്ചു തരാൻ പോകുന്നത് അല്ലേ? അതായത് നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റിയതും അതുപോലെ തന്നെ വ്യാവസായികമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയതും അല്ലേ? അപ്പോൾ നമ്മളെ മുന്നിൽ ഒരു മെഷീൻ ഉണ്ട്, ചെറുതാണ്, കുഞ്ഞൻ എക്സ്പെല്ലർ. ഇതെന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇത് നമുക്ക് പലതരത്തിലുള്ള സീഡ്സിന്റെ എണ്ണ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ നമുക്ക് കൊപ്രയിൽ എണ്ണ എടുക്കാം, വെളിച്ചെണ്ണ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എള്ള്, കടുക്, ബദാം, കപ്പലണ്ടി, അങ്ങനെയുള്ള എല്ലാ സാധനത്തിന്റെയും എണ്ണ നമുക്ക് എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കുഞ്ഞൻ മെഷീനാണ്. അതായത് ഇതിപ്പോ നമുക്ക് കാണുമ്പോൾ ചെറുതാണ്. അപ്പോൾ നമുക്കൊരു എത്ര കിലോ വരെ നമ്മൾ ഇതിൽ എണ്ണ നമുക്ക് എടുക്കാൻ പറ്റും? നമുക്കിതിപ്പോ ഒരു വീട്ടാവശ്യത്തിന് പറ്റിയിട്ടുള്ള മെഷീനാണ്. ഏറ്റവും ചെറിയ മോഡലാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. നമുക്ക് മണിക്കൂറിൽ കൊപ്രയൊക്കെ ആണെങ്കിൽ ഒരു മുക്കാൽ കിലോ കൊപ്രയാണ് മണിക്കൂറിൽ ആട്ടാൻ പറ്റുക. ഇപ്പോൾ എള്ള് കടുക് സംഭവങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 2 കിലോ വരെയൊക്കെ നമുക്ക് ആട്ടാനായിട്ട് പറ്റും. അപ്പൊ ബ്രോ നമുക്ക് കാണുമ്പോഴേ ഇവിടെ ഈ ട്രേ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്. അപ്പൊ നമുക്കൊരു കൊപ്രയാണ് നമ്മൾ എണ്ണ ആക്കാൻ പോകുന്നത് വെച്ചെങ്കിൽ അത് നമുക്ക് അങ്ങനെ നേരിട്ട് ഇടാൻ പറ്റുമോ, അല്ല കട്ട് ചെയ്തിടണോ, എങ്ങനെയാ അതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത്? അത് നമുക്ക് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ടാണ് ഇടുന്നത് കൊപ്രയാണെങ്കിൽ. എള്ള് കടുകൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഇടാം, കുഴപ്പമൊന്നുമില്ല. കൊപ്രയാകുമ്പോൾ നമുക്ക് ഇതിൽ കൊള്ളാവുന്ന ഒരു സൈസ് ചെറിയ ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് ഇടാവുന്നതാണ്. അതായത് ഇപ്പോൾ 1 കിലോ കൊപ്രയ്ക്കാണ് നമ്മൾ ഇതാക്കാൻ പോകുന്നത് വെച്ചാൽ അതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാൽ മതി അല്ലേ? അപ്പോൾ നമ്മളെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നന്നായി ഉണങ്ങിയ കൊപ്ര 1 കിലോ നമ്മൾ ഇടുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം എണ്ണ, അതായത് ഇപ്പോൾ നമ്മൾ മില്ലിലൊക്കെ കൊണ്ടുപോയി ആട്ടുന്നത് എന്താ പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എണ്ണ കിട്ടണം എന്നാണ്. അപ്പോൾ അതേ ക്വാണ്ടിറ്റി തന്നെ നമുക്കിതിൽ 1 കിലോനൊക്കെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ എണ്ണ അത്രയും എണ്ണ കിട്ടാൻ സാധ്യത ഉണ്ടോ? ഇതിൽ നമുക്ക് 65% വരെ നമുക്ക് നല്ല കൊപ്രയാണെങ്കിൽ എണ്ണ കിട്ടും. പിന്നെ ആളുകൾക്ക് ഒരു സംശയമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ മെഷീനിൽ, അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ കൊപ്ര കൊണ്ടുപോയി ആട്ടുന്ന ആ സ്ഥലത്ത് നമ്മൾ കേൾക്കുന്ന ഒരു ആക്ഷേപമാണ് ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി കുറയുന്നത്. അപ്പോൾ ഈ മെഷീനിൽ ഇതുപോലെ ആട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ ചൂടാവുന്നുണ്ടോ, അതിന് ക്വാളിറ്റിയിൽ അങ്ങനെ വലിയ വ്യത്യാസങ്ങളുണ്ടോ? നമ്മുടെ മെഷീൻസിലാട്ടുമ്പോഴുള്ള ക്വാളിറ്റി എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കോൾഡ് പ്രസ് ഓയിൽ മെഷീനാണ് നമ്മുടെ എല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണ അധികം ചൂടാവില്ല, എണ്ണ തിളച്ചു പോയാൽ ചൂടാവില്ല. നമുക്കിപ്പോൾ എണ്ണ വരുമ്പോൾ തന്നെ നമുക്ക് കൈ കൊണ്ട് തൊട്ടാൽ പോയി നമുക്ക് അത്ര ചൂട് ഫീൽ ചെയ്യില്ല. നമുക്കൊരു 50 ഡിഗ്രി ആ ഒരു ഡിഗ്രി വരെയൊക്കെ നമുക്ക് ചൂടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഈ ഒരു മെഷീനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ മെഷീൻ്റെ വിലയെ കുറിച്ചിട്ടാണ് നമ്മൾ ആളുകൾക്ക് അറിയേണ്ടിയിരുന്നത്. അപ്പോൾ ഈ ഒരു മെഷീൻ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത്? ഇത് നമുക്ക് 18,500 പ്ലസ് ടാക്സ് ആണ് നമ്മുടെ ഈ ഒരു മെഷീൻ്റെ വില വരുന്നത്. ഇതിന് വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ എല്ലാ മെഷീനും 1 ഇയർ ആണ് വാറണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഒരു വീട്ടിലേക്ക് ഇത് മേടിച്ചു കൊണ്ടുകഴിഞ്ഞ് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ഈ 1 ഇയറിൽ നിങ്ങൾ ഓൺ സൈറ്റിൽ പോയിട്ട് ശരിയാക്കി കൊടുക്കുകയല്ല ഇവിടെ കൊണ്ടുവരേണ്ടി വരുന്നുണ്ടോ? അത് നമ്മുടെ പല മെഷീനും പല രീതിയിലാണ്. ഇപ്പൊ ചെറിയ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ ഇവിടെ കൊണ്ടുവരേണ്ടി വരും. വലിയ മെഷീൻസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ നാട് വന്ന് അത് റെഡിയാക്കി തരും. അപ്പോൾ ഇങ്ങനെ ഒരു മെഷീൻ മേടിച്ചു കഴിഞ്ഞാൽ ചെറിയ തോതിൽ ഒരാളുകൾക്ക് വ്യാവസായിക ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഇപ്പോൾ കടയോട് ചേർന്നിട്ട് ഇതിനെ കൊണ്ട് നടത്താൻ, അതായത് ഇതിന്റെ സെപ്പറേറ്റ് ലൈസൻസ് അങ്ങനെ എന്തെങ്കിലും വേണ്ടി വരും? നല്ല രീതിയിലൊരു ഓയിൽ മില്ല് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈസൻസ് കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മെഷീൻ ഞാൻ പറഞ്ഞത് ഇത് വീട്ടിലേക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്ന ഒരു മെഷീനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മണിക്കൂറിൽ 3/4 കിലോ ആണ് നമുക്ക് ഇതിൽ കൊപ്ര ആട്ടാനായിട്ട് പറ്റത്തുള്ളൂ. നമുക്ക് വ്യാവസായിക ആവശ്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും കപ്പാസിറ്റി ഉള്ള മെഷീൻസ് വരുന്നുണ്ട് നമ്മുടെ അടുത്ത്. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് അടുത്ത മോഡലുകൾ വരുന്നത്. അതാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ കാണുന്ന മെഷീൻ. ഇതിൽ നമുക്ക് കുറച്ചും കൂടി എഫിഷ്യന്റ് ആയിട്ടുള്ള മെഷീനാണ്. ചെറിയൊരു ഓയിൽ മില്ലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയുള്ള മെഷീനാണിത്. ഇതിൽ നമുക്ക് മണിക്കൂറിൽ ഒരു 5 കിലോ കൊപ്ര വരെ നമുക്ക് ഇതിൽ ആട്ടാനായിട്ട് വരും. അപ്പോൾ നമ്മൾ അതിനേക്കാൾ വലുതാണ് ഇത് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിക്കാനുള്ള എന്താ പറഞ്ഞാലേ ഈ മെഷീന്റെ സൈസിനെ കുറച്ച് വലുപ്പമുണ്ട്, പക്ഷേ ഇതിന്റെ കറണ്ടിന്റെ കൺസപ്ഷൻ ഒക്കെ എങ്ങനെയായിരിക്കും? കറണ്ട് നമുക്ക് ഇതിൽ എന്താ പറയാ 2 HP മോട്ടറാണ് വരുന്നത്. ഇതിൽ കറണ്ട് കൺസംഷൻ എന്ന് പറഞ്ഞാൽ വളരെ അത്ര വലിയ കറണ്ട് കൺസംഷന്റെ കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഫേസ് തന്നെയാണ് വരുന്നത്, 3 ഫേസോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഈ ഒരു മെഷീനിലാണെങ്കിൽ നമുക്ക് എത്ര കിലോ വരെ നമുക്ക് ഒരു കൊപ്രയാണെങ്കിൽ ആട്ടിയെടുക്കാൻ പറ്റും? കൊപ്രയാണ് നമുക്ക് ഇതിൽ മണിക്കൂറിൽ 5 കിലോ വരെ കൊപ്ര ആട്ടിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ എള്ള് കടുക് സംഭവമാണെങ്കിൽ 10 കിലോ വരെ മണിക്കൂറിൽ ആട്ടാൻ പറ്റും. അപ്പൊ നമുക്ക് സംശയമുള്ള ഒരു കാര്യം എന്താ പറഞ്ഞാൽ നമ്മൾ ഇതിലിപ്പോ കൊപ്ര ആട്ടി, അപ്പൊ കൊപ്ര ആട്ടി കഴിഞ്ഞാൽ പിണ്ണാക്ക് കിട്ടുന്ന സ്വാഭാവികമാണല്ലോ. അപ്പൊ ആ കൊപ്ര ആട്ടി കിട്ടുന്ന പിണ്ണാക്ക് നമുക്ക് സാധാരണ നമ്മൾ മില്ലുകളിലൊക്കെ ആണെങ്കിൽ പശുവിന് കൊടുക്കാനും മറ്റുള്ള ആവശ്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ കിട്ടുന്ന ഈ പിണ്ണാക്കിന് എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടോ മറ്റേ മില്ലിലാട്ടുന്നതിനെ സംബന്ധിച്ചിടത്തോളം? ഇതിൽ വ്യത്യസ്തത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് പിണ്ണാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊരു തരി എണ്ണ ബാക്കി ഉണ്ടാവില്ല. ഫുള്ളായിട്ട് എണ്ണ എക്സ്ട്രാക്ട് ആക്കിയിട്ടാവും നമുക്ക് ഇതിലെ എണ്ണ കിട്ടുക. അതുകൊണ്ട് തന്നെ അതിൽ പിണ്ണാക്കിലൊരു എണ്ണ ഉണ്ടാവില്ല. പിന്നെ പിണ്ണാക്ക് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് വളമായിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതിന്റെ വില
അപ്പോൾ അതായിരിക്കും ഇനി ആളുകൾക്ക് അറിയാനുള്ളത്. അപ്പോൾ എത്ര രൂപയ്ക്കാണ് ഈ മെഷീൻ വിൽക്കുന്നത്? ഈ ഒരു മെഷീൻ്റെ വില വരുന്നത് 80,000 പ്ലസ് ടാക്സ് ആണ് വരിക. ഇതിൽ നമുക്ക് ഇപ്പോൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് സബ്സിഡിയോ അല്ലെങ്കിൽ ലോണോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എങ്ങനെയാണ്? ലോണ് സംബന്ധിച്ച് നമ്മുടെ ഇവിടെ ബജാജിന്റെ ലോൺ വരുന്നുണ്ട്, EMI സൗകര്യം ഉണ്ട്. നമ്മൾ റെഡി ക്യാഷ് കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത ആൾക്കാർക്കാണെങ്കിൽ നമുക്ക് EMI-യോട് കൂടി മെഷീൻസ് സ്വന്തമാക്കാനായിട്ട് പറ്റും. അതുപോലെ സബ്സിഡിയുടെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള എല്ലാ മെഷീൻസിനും വ്യാവസായിക വകുപ്പിന് സബ്സിഡി ഉണ്ട്. അത് 35% ആണ് കിട്ടുക. അത് നമ്മുടെ ഇവിടെയുള്ള എല്ലാ മെഷീൻസിനും കിട്ടുന്നതാണ്. ഇവിടെ വന്ന് ശരിക്കും നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഒരു കുടക്കീഴിൽ കിട്ടുന്നതാണ് അല്ലേ? അതെ. അപ്പോൾ ഇത് മാത്രമല്ല, നമുക്കിത് കൂടാതെ 2-3 മെഷീനും കൂടി കൂടുതൽ കാണാനുണ്ട് അല്ലേ? അതെ. അപ്പോൾ നമ്മൾ എക്സ്പെല്ലർ കഴിഞ്ഞിട്ട് ഒരു മെഷീനും കൂടി പരിചയപ്പെടാൻ പോവാണ് അല്ലേ? ഈ മെഷീനാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതാ ഒരു ബെൽറ്റിൽ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്ത് സംഭവം? ഇത് വെർട്ടിക്കൽ ബാൻഡ് സീലർ എന്നാണ് നമ്മുടെ മെഷീന്റെ പേര് വരുന്നത്. ഇത് നമുക്ക് ഒരു കുടുംബശ്രീ യൂണിറ്റ് ഒക്കെ നടത്തുന്ന അമ്മമാർക്കൊക്കെ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു മെഷീനാണ്. ഇപ്പൊ ഈ അച്ചാറ് അതുപോലെ തന്നെ മസാല പാക്കറ്റുകൾ സംഭവങ്ങളൊക്കെ നല്ല സീൽ ചെയ്ത് പാക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു മെഷീനാണ്. അതും ഫുൾ ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ജസ്റ്റ് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ സീൽ ചെയ്ത് പാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മളെ സഞ്ജു ബ്രോന്റെ കയ്യിൽ ഒരു പാക്കറ്റ് ഉണ്ട്. അതെ. അപ്പോൾ ഈ പാക്കറ്റ് നമ്മൾ സീൽ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പെർഫെക്ഷൻ അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ ചെയ്തതാണ്. അതെ. നമുക്ക് ഒരു പാക്കറ്റ് സീൽ ചെയ്തെടുക്കാൻ എത്ര സമയം എടുക്കും ശരിക്കും? വളരെ ഒരു മിനിറ്റ് പോലും വേണ്ട. നമ്മളിപ്പോൾ ജസ്റ്റ് ഓൺ ചെയ്ത് വെച്ചേക്കാണ്. നമുക്കിത് ഇവിടെ പാക്കറ്റ് വരുന്നുണ്ട്. വേണമെങ്കിൽ ലൈവായി ഇപ്പം തന്നെ പാക്ക് ചെയ്ത് കാണിക്കാം. അപ്പോൾ നമ്മളവിടെ പാക്കറ്റ് വെച്ചു. പാക്കറ്റ് ഇതാ ആ ഒരു ബാൻഡിലൂടെ ഇങ്ങനെ നീങ്ങി ഇതാ ഇവിടെ അവസാനം വരെ വരുന്നു. അപ്പോൾ അവസാനം വരെ വരുമ്പോൾ നമ്മളെ കയ്യിലെന്ന് പറഞ്ഞാൽ ഇതാ കിട്ടി. അപ്പോൾ ഇത് നോക്കി സുഹൃത്തുക്കളെ, ഇത് ഇത്ര ക്ലിയർ ആൻഡ് പെർഫെക്റ്റ് ആയിട്ടാണ് അതിന്റെ ഇത് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇതിലൊരു ലീക്കോ കാര്യങ്ങളോ ഉണ്ടാവില്ല. എയർ ടൈറ്റ് ആയിട്ടാണ് അത് പാക്ക് ചെയ്തിട്ടുള്ളത് അല്ലേ? നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റിൽ ഉള്ളിട്ടുണ്ടെങ്കിൽ ഒരു തരി പോലെ ലീക്ക് കാര്യങ്ങൾ വരുന്നില്ല. അപ്പോൾ സഞ്ജു ബ്രോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ ഇത് കാണുമ്പോൾ നോക്കി ഇത് ഈ ഹൈറ്റ് ഉള്ളൂ, പക്ഷെ ഈ ഹൈറ്റ് മാത്രമാണോ ഇത്? അല്ല, നമുക്ക് ഇതിൽ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പാക്കറ്റ് ഏതാണോ അതിന്റെ കവർ അനുസരിച്ച് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പല സംവിധാനം നമ്മുടെ ഈ മെഷീനിൽ വരും. അത് ഞാൻ ഈ കൺട്രോളുകൾ ഉണ്ട്. ഇവിടെ 3 തരം സ്വിച്ചുകളാണ് കാണുന്നത്. അത് നമ്മൾ ഈ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണോ? എന്താ സംഭവം വരുന്നത്? ഇത് 3ഉം നമ്മുടെ സീലിംഗിന്റെയും കൂളിംഗിന്റെയും അതുപോലെ തന്നെ ഓൺ ഓഫ് സ്വിച്ചും ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെയാണ് നമ്മുടെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് വരുന്നത്. പിന്നെ ഇവിടെയാണ് നമ്മുടെ ഇതിന്റെ മൂവ്മെന്റ്സിന്റെ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന സ്വിച്ച് ഒരു ബട്ടൺ വരുന്നത്. പിന്നെ ഹൈറ്റിന്റെ വരുന്നത് ഇവിടെയാണ്, ബാക്കിലാണ് വരുന്നത്, പുറകിലാണ്. അപ്പോൾ സഞ്ജു ബ്രോ, ഈ ഒരു മെഷീന് എത്ര രൂപ വില വരുന്നുണ്ട്? ഇതിന് 22,000 പ്ലസ് ടാക്സ് ആണ് വരിക. സഞ്ജു ബ്രോന്റെ ബാക്കിലായിട്ട് വേറൊരു മെഷീൻ കൂടി ഞാൻ കാണാനുണ്ട്. ഇത് ഇതിന്റെ തന്നെ ഹൊറിസോണ്ടൽ മോഡലാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഇങ്ങനെ കെടുത്തിയിട്ടായിരിക്കും പാക്കിങ് വരിക. ഇങ്ങനെ കെടുത്തിയിട്ടായിരിക്കും പാക്കിങ് വരിക. അല്ല, ഇതിപ്പോ ശരിക്കും എന്ത് പർപ്പസിനൊക്കെ എങ്ങനെ ഈ മെഷീൻ ഉപയോഗിക്കാറ്? ഇത് നമുക്ക് ഈ പൊടികൾ, മസാലപ്പൊടികൾ, എന്താ പറയാ, ഈ മുളക് പൊടി, മല്ലിപ്പൊടി, അങ്ങനെ സംഭവങ്ങളൊക്കെ പാക്ക് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ മെഷീൻ യൂസ് ചെയ്യാം. പക്ഷേ ഇതിലിപ്പോ അച്ചാറ് പാക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ അച്ചാർ പാക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മെയിൻ ഒരു പ്രശ്നം എന്താ വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചാർ ലീക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. കെടുത്തി പാക്ക് ചെയ്യാനുണ്ട്, ഇവിടെ നമുക്ക് ലീക്ക് വരാൻ ചില ചാൻസ് ഉണ്ട്. ഇതിലാകുമ്പോൾ നിർത്തിയിട്ടായിരിക്കും പാക്കിങ് വരിക, അതുകൊണ്ട് ലീക്കോ കാര്യങ്ങളോ ഒന്നും വരില്ല. ഈ മെഷീനുകളുടെ എന്താണ് നമുക്ക് കോസ്റ്റ് വരുന്നത് ആ മെഷീനെ കമ്പയർ ചെയ്യുമ്പോൾ? ഇതിന് 20,000 വില വരിക, അതിന് 22,000 2,000 രൂപയുടെ ഡിഫറൻസ് വരും. ഈ 2,000 രൂപയുടെ വ്യത്യാസം ഈ എങ്ങനെ നമ്മൾ കുത്തി വെച്ചിട്ടുള്ളത് കൊണ്ടാണോ, അങ്ങനെ നിർത്തി ഇതാക്കി കൊടുക്കുന്നതുകൊണ്ടാണോ? അതെ, അതിനൊരു നമുക്കൊരു അഡീഷണൽ ഒരു പാർട്സ് വേറെ വരുന്നുണ്ട്, അതിന്റെ ഒരു ചാർജാണ്. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഈ മെഷീൻ മേടിക്കുന്ന ആളാണെങ്കിൽ അവർക്ക് 2 തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കും അല്ലേ? അപ്പൊ സഞ്ജു ബ്രോ, നമ്മളിപ്പോ അച്ചാറ് പാക്ക് ചെയ്യുന്ന മെഷീൻ, അതല്ലെങ്കിൽ പാക്ക് ചെയ്യണ മെഷീനാണ് കണ്ടത്. ഇനി ഒരു സംഭവം കൂടി ഉണ്ട് അല്ലേ? അതെന്താ സംഭവം? ഇനി മെയിൻ ആയിട്ട് നമുക്ക് ഡ്രയറുകളാണ് വരുന്നത്. അപ്പൊ നമുക്ക് എല്ലായിടത്തും മഴയാണ്. ഈ മഴയുടെ സമയത്ത് ഇപ്പൊ ജാതി കർഷകർക്കാണെങ്കിലും അതുപോലെ തന്നെ ഇപ്പൊ ഈ ഓയിൽ മില്ല് നടത്തുന്നവർക്കൊക്കെ കൊപ്പർ ഉണക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ഉണക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഡ്രയർ മെഷീൻസ് വരുന്നുണ്ട്. അപ്പൊ അത് നമുക്കൊന്ന് കാണാം. അപ്പൊ നമ്മുടെ ഡ്രയറുകളാണ് നമ്മളെ പുറകിലായിട്ട് ഇരിക്കുന്നത്. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ നോക്കി ഓരോ ബോക്സുകൾ അല്ലേ? അത് 3 തരത്തിലുള്ള മെഷീൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് അല്ലേ? നമുക്ക് 3 തരത്തിലുള്ളത് മാത്രമല്ല, പലതരത്തിലുള്ള ഡ്രയറുകൾ വരുന്നുണ്ട്. ഈ ഒരു 3 നമ്മളിപ്പോൾ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം നമ്മൾ സഞ്ജു ബ്രോന്റെ പിന്നിലുള്ളത് നോക്കാം അല്ലേ? ഇത് ഏറ്റവും ചെറുതാണ്, ഒരു 3 തട്ടിന്റെ മെഷീനാണ്. ഇതിൽ 2 ട്രേസും കൂടി ഇതേപോലത്തെ വരും. അപ്പൊ ഇതിന് എന്തൊക്കെയാണ് വ്യത്യാസം ഉള്ളത്? ഇത് നമ്മുടെ ഏറ്റവും കുഞ്ഞൻ മെഷീനാണ്, 3 തട്ടിന്റെ ഡ്രയർ മെഷീനാണ്. 15 കിലോയാണ് കപ്പാസിറ്റി വരിക. വളരെ കുറഞ്ഞ കറണ്ടിൽ നമുക്ക് എല്ലാ സാധനങ്ങളും ഉണക്കിയെടുക്കാൻ പറ്റും. നമ്മളിതിലേ സാധാരണ ഇത് മേടിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ എന്തൊക്കെ ഉണക്കാനാണ് കൊണ്ടുപോകാറ്? ഇത് മെയിനായിട്ട് എല്ലാ സാധനവും ഉണക്കാം. പച്ചക്കറികൾ, പഴങ്ങൾ, മീൻ, ഇറച്ചി, അങ്ങനെയുള്ള എല്ലാ സാധനവും ഉണക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഇതിന് എത്ര നമുക്ക് കറണ്ടിന്റെ കൺസപ്ഷൻ വരാൻ സാധ്യതയുണ്ട്? ഇതിന് നമുക്ക് 550 വാട്ട്സ് ആണ് വരുന്നത്. മണിക്കൂറിൽ ഒരു 1/2 യൂണിറ്റ് താഴേക്ക് നമുക്ക് ഇതിൽ കറണ്ട് ചിലവാകുള്ളൂ.
നമ്മൾ ഇത് കൊണ്ടുപോയി വെക്കുന്നതുകൊണ്ട് KCBക്ക് എന്തെങ്കിലും പ്രത്യേകം അപേക്ഷ കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വേണ്ടി വരുന്നുണ്ടോ? ഇതിൽ നമുക്ക് ഈ ഒരു മെഷീൻ കൊണ്ടുപോയി നമുക്ക് യാതൊരു ആവശ്യം വരുന്നില്ല. നമുക്ക് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന മെഷീനാണ്. ഇത് എത്ര യൂണിറ്റ് ശരിക്കും നമ്മൾ കറണ്ട് എടുക്കാൻ സാധ്യതയുണ്ട്? നമ്മളൊരു അരമണിക്കൂർ 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം മൊത്തം നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഇപ്പൊ എന്താ പറയാ 550 വാട്ട്സ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ മണിക്കൂറിൽ 1/2 യൂണിറ്റ് താഴെ വരുള്ളൂ. അത് ഓട്ടോ കട്ട് ഓഫ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ഈ ബാക്കിലുള്ളത് നമ്മൾ അലുമിനിയത്തിൽ ചെയ്തിട്ടുള്ളതാണ് അല്ലേ? ഇത് നമുക്ക് ഔട്ടർ ബോഡി ഹൈലം ഷീറ്റ് ആണ് വരുന്നത്. ട്രേസ് വരുന്നത് മൈൽഡ് സ്റ്റീലാണ് വരിക. അതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് വരുന്നത് തൊട്ടപ്പുറത്തെ മെഷീൻ കാണുമ്പോൾ ഇത് സ്റ്റീലാണ്. ഇത് ഫുള്ള് സ്റ്റീൽ വരുന്ന ഉള്ളിലും ട്രേസ് എല്ലാം തന്നെ സ്റ്റീലാണ് വരുന്നത്. ഇതേ സ്റ്റീൽ ട്രേസ് വേണമെങ്കിൽ നമുക്ക് ഇപ്പുറത്തേലും വെക്കാൻ പറ്റും. നമുക്കിത് പല രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ട് ഡ്രയർ ചെയ്യാൻ പറ്റും. കസ്റ്റമർക്ക് ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ചെയ്യാം, ഇരുമ്പിൽ വേണമെന്നുണ്ടെങ്കിൽ ഇരുമ്പിൽ ചെയ്യാം, അതുതന്നെ നോർമലായിട്ട് മൈൽഡ് സ്റ്റീലിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിങ്ങനെ ഈ മെറ്റീരിയൽ മാറ്റുന്നതുകൊണ്ട് ഈ ഡ്രയറിന് എന്തെങ്കിലും ചൂടാകുന്ന ഉണക്കുന്ന ഡ്രയർ ഫെസിലിറ്റിയിൽ എന്തെങ്കിലും വ്യത്യസ്തത ഉണ്ടോ? ഇല്ല, സിസ്റ്റം എല്ലാം സെയിം തന്നെയാണ്, മെറ്റീരിയൽ മാത്രമാണ് മാറുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ സ്റ്റീലിന്റെ കണ്ടു, ഇനി അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു സംഭവം കൂടി ഇരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ നോർമൽ മെഷീൻ തന്നെയാണ്. ഇതിൽ 7 തട്ടാണ് വരിക. ഇതിലുള്ളിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്രേസ് ആണ് വെച്ചിരിക്കുന്നത്. 7 തട്ട് വരും. ഒരു 35 കിലോയോളം നമുക്ക് ഇതിൽ ഐറ്റംസ് ഉണക്കാനായിട്ട് പറ്റും. അപ്പൊ സഞ്ജു ബ്രോ, നമ്മൾ ഈ ഡ്രയർ വേണ്ട ആളുകൾക്ക് നമ്മൾ ഇതേപോലെ തന്നെ നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വാട്സപ്പൊക്കെ ആയിട്ട് അയച്ചു കൊടുക്കും, ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഇതിന് നമ്മൾ ആദ്യത്തെ ഡ്രയറിന് നമ്മൾ കണ്ട ചെറിയ ഡ്രയറിന് അതിന് എന്ത് വില വരുന്നുണ്ട്? അതിന് നമുക്ക് 21,000 പ്ലസ് ടാക്സ് വരുന്നത്. അതിന് നമുക്ക് ലോണോ അല്ലെങ്കിൽ സബ്സിഡിയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ? അതിന് നമുക്ക് വ്യവസായ സബ്സിഡി ഉണ്ട്. പിന്നെ നമുക്ക് ലോണും കാര്യങ്ങളും ബജാജിന്റെ EMI കാര്യങ്ങളൊക്കെ ഉണ്ട്. റെഡി കാശ് കൊടുത്തെടുക്കാൻ പറ്റാത്തവർക്ക് EMI സൗകര്യവും നമുക്കിവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇനി പുറകിലായിട്ട് ഇരിക്കുന്ന സ്റ്റീലിന്റെ ഈ ഒരു ഡ്രയർ എടുക്കുകയാണെങ്കിൽ അതിനെന്താ കോസ്റ്റ് വരുന്നത്? അത് നമുക്ക് ഫുള്ള് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന മെഷീനാണ്. അത് നിങ്ങൾക്ക് 80,000 പ്ലസ് ടാക്സ് വരുന്നത്. അതിന് വരുന്നത്. ഓക്കെ. അതോടൊപ്പം തന്നെ നമ്മളെ ലാസ്റ്റ് നമ്മൾ കണ്ട ഈ മെഷീൻ, അപ്പൊ ഈ മെഷീൻ ആണെങ്കിൽ എത്ര രൂപ കോസ്റ്റ് വരുന്നത്? ഇതിന് ഏകദേശം 50,000 പ്ലസ് ടാക്സ് വരും. നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം ഒരു കുടക്കീഴിൽ കിട്ടും എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ നമ്മളിവിടെ കുറച്ച് മെഷീനുകൾ കണ്ടു. അപ്പോൾ ഇതാർക്കെയും മേടിക്കാനോ വ്യവസായമായിട്ട് തുടങ്ങാനോ ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ നേരിട്ട് വരിക, മെഷീൻ കാണുക, വില, അതുപോലെ തന്നെ ഇത് വ്യവസായികമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബിസിനസ്സിൽ ലാഭം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങൾ നോക്കുക. വീട്ടിലേക്ക് ഉപയോഗിക്കാനുള്ളവരാണെങ്കിൽ ഇവിടെ വെച്ച് ഒന്ന് പ്രവർത്തിച്ച് നോക്കുക, അതിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുക അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, വാങ്ങുക. ഇവരെ കറക്റ്റ് സ്ഥലം എവിടെ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് അല്ലേ? നമ്മളിത് എവിടെയാണ് ലൊക്കേഷൻ വരുന്നത്? നമ്മുടെ കറക്റ്റ് സ്ഥലം വരുന്നത് തൃശ്ശൂർ മരത്താക്കര എന്നാണ് പറയാം. മരത്താക്കര ഹൈവേയിൽ തന്നെയാണ്. നമ്മളിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് എറണാകുളം പോവുകയാണെങ്കിൽ പാലിയേക്കര ടോളത്തിന് തൊട്ട് മുമ്പുള്ള ജംഗ്ഷനാണ് മരത്താക്കര. അവിടെ ഹൈവേയിൽ തന്നെയാണ്, റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയണമെങ്കിൽ നമുക്ക് ഇതിന്റെ പുറത്തായിട്ട് നെക്സയുടെ ഷോറൂം ഉണ്ട് അല്ലേ? ഓപ്പോസിറ്റ് നെക്സയുടെ ഷോറൂമാണ്. നെക്സയുടെ, അതായത് മാരുതി നെക്സയുടെ ഷോറൂമിന്റെ അതിന്റെ അടുത്താണ്. പിന്നെ നമ്മൾ ഗൂഗിളിൽ മെഷീൻ ആപ്പ് അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ കിട്ടും അല്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോടൊപ്പം ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യുക. അപ്പോൾ ഇവരെ പോലെ തന്നെ മറ്റൊരു വ്യത്യസ്ത വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.